നാട്ടിലുള്ളവരാണ് മെയിനായിട്ട് കാണേണ്ടതും കണ്ടിരിക്കേണ്ടതും അറിയേണ്ടതല്ല. ബഹ്റൈനിൽ എൻ്റെ റൂമിന് ചുറ്റുമുള്ള ഒരു കാഴ്ചകൾ ഇതൊക്കെയാണ്. 1:45 സമയം. കണ്ടോ, റിസ്ക് എടുത്താണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. ഇപ്പം ബഹ്റൈൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. രാത്രി ഇപ്പോൾ ഒരു ഐലൻഡാണ്. ഇതിനപ്പുറം ആണ് പകൽ ഏറ്റവും നല്ല ഒരു ഫ്രെയിം കിട്ടുന്ന ബഹ്റൈൻ്റെ ഏറ്റവും നല്ലൊരു സ്ഥലങ്ങളിലൊന്നാണിത്. അപ്ഡേറ്റ്, പുതിയ വിസ അപ്ഡേറ്റോ അല്ലെങ്കിൽ ജോബുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റത്തുള്ളൂ. മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകൾ, വള്ളങ്ങളൊക്കെ ഇവിടെ. ഫുഡാണ് ഈ കൊണ്ടിട്ടേക്കുന്നത്. പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടിയെന്നാണ് വിസിറ്റ് വരുന്നവർക്ക് എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻ്റ് കയ്യിൽ കരുതണം. ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് നാട്ടിലോട്ടുള്ളവർക്കാണ്. ബഹ്റൈനിലുള്ളവർ അല്ലെങ്കിൽ GCC കൺട്രിയിൽ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നാട്ടിലോട്ടൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ വീട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, പ്രവാസികൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും ഏരിയകളും നാട്ടിലുള്ളവരാണ് മെയിനായിട്ട് കാണേണ്ടതും കണ്ടിരിക്കേണ്ടതും അറിയേണ്ടതല്ല. അതുമാത്രമല്ല, ഒരുപാട് പഴയ ആൾക്കാർ ബഹ്റൈനിൽ വന്നിട്ടുണ്ട്. അവർക്കും ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇപ്പം ബഹ്റൈൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. രാത്രി കാലങ്ങളിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളതെല്ലാം അവർക്കും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. തിരിച്ച് നമ്മൾ ഹൈവേ റോഡിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി അകത്തോട്ട് കയറി വന്നിട്ട് ജ്വല്ലറി ഏരിയ എല്ലാം കാണിച്ചു തന്നത്. അവിടെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലേ, ജ്വല്ലറി ഏരിയയാണ്. മെയിനായിട്ടുള്ള റോഡിലെത്തിയിട്ടുണ്ട്. മാറി നടക്കാം. ഷവർമയും തിന്നോണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഷവർമയാവും. ഏകദേശം നമ്മൾ മെയിനായിട്ടുള്ള ഹൈവേ എത്താറായി. ഈ ഹൈവേ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം. മെയിനായിട്ട് അതാണ്. അതിനുശേഷം നമുക്ക് അറാദ്, ഹിദ്, ദിയാർ അൽ മുഹറക്ക്, പിന്നെ എന്താ പറയുക, ഡ്രാഗൺ സിറ്റി, ആ ഏരിയയിലൊക്കെ പോകാനാണ് നമ്മൾ ഇടത്തേക്കുള്ള റൂട്ട് യൂസ് ചെയ്യുന്നത്. വലത്തേക്കുള്ള റോഡ് ഉപയോഗിക്കുന്നത് നമുക്ക് ബുസൈത്തീന്, മനാമ, മെയിനായിട്ട് മനാമയിലേക്ക് പോകാനാണ് ആ റോഡ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഐലൻഡാണ്. ഇതിനപ്പുറം ആണ് ജുഫൈർ, മനാമ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് 3 ബ്രിഡ്ജുണ്ട് 3 സ്ഥലത്തായിട്ട്. ആ ബ്രിഡ്ജ് വഴിയാണ് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പം നടന്ന് എന്തായാലും ഹൈവേ എത്തിയിട്ടുണ്ട്. നമുക്ക് മുഹറക്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിഗ്നൽ, ഇതിനപ്പുറത്ത് വേറൊരു സിഗ്നലും ഉണ്ട്. ഈ 2 വഴിയാണ് നമുക്ക് പറ്റുന്നത്. ഈ 2 വഴി മാത്രമല്ല, അതിനുശേഷം പിന്നെ അതിനപ്പുറത്തോട്ടാണ് കൂടുതൽ വഴി. ഒരു 2-3 വഴിയും കൂടെ ഉണ്ട്. ഈ മുഹറക്കിലേക്ക് എൻ്റർ ആവുന്ന സ്ഥലം അതാണ്. ഹൈവേ കൂടെ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ വലിയ തിരക്കില്ല, തിരക്കുകളൊക്കെ കുറവാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഒരു ബീച്ച് സൈഡാണ്, അതും കൂടി കാണിച്ചു തരാം. എന്തായാലും സിഗ്നൽ നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ വണ്ടികൾ നിമിഷ നേരം കൊണ്ടാണ് ചീറിപ്പാഞ്ഞ് പോകുന്നത്. സിഗ്നൽ ഓപ്പണാണ്, വണ്ടി ഇല്ല എന്നുള്ള കാര്യം കൺഫേം ആയതിനു ശേഷമാണ് ഓടി അപ്പുറത്ത് പോകുന്നത്. ഓക്കെ, അവിടെ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്. എന്തായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അവിടുത്തെ സിഗ്നൽ ഇപ്പോൾ ഓപ്പണായി. എന്തായാലും ആ സിഗ്നൽ കൊണ്ട് ഒരു ഉടനെ ക്ലോസ് ആവും. ഓക്കെ, പെട്ടെന്ന് ഓടി അങ്ങ് അപ്പുറത്ത് പോകാം. നേരെ പോകുന്നത് മനാമ, ബുസൈത്തീൻ അങ്ങനെയുള്ള ഏരിയയിലേക്കാണ്. നാട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ബഹ്റൈനിലുള്ളവരടുത്ത് പറഞ്ഞാണ്. ഇതാണ് അടിപൊളി സ്ഥലമാണ്. പകൽ ഏറ്റവും നല്ല
ഒരു ഫ്രെയിം കിട്ടുന്ന ബഹ്റൈൻ്റെ ഏറ്റവും നല്ലൊരു സ്ഥലങ്ങളിലൊന്നാണിത്. ഈവനിങ്ങിൽ സൺസെറ്റ് കാണാനായിട്ടാണെങ്കിലും നല്ല രസമാണ്. ഇവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് ചെയർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തിരക്കൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല, ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. ഇവിടെ മത്സ്യബന്ധനത്തിനുള്ള ബോട്ടുകൾ, വള്ളങ്ങളൊക്കെ ഇവിടെ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഇത് അടിപൊളിയൊരു സ്ഥലമാണ് വൈകിട്ട് വന്നിരിക്കാനും. അതായത് ഇപ്പോഴല്ല, കുറച്ച് തണുപ്പൊക്കെ ആവുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അത്യാവശ്യം വെള്ളം ദാഹിക്കുന്നുണ്ട്. 1:45 സമയം. കണ്ടോ? കാണാൻ പറ്റുന്നില്ലല്ലോ. 1:45. ഇതാണ് ഇവിടുത്തെ സ്ഥലം. നല്ല അടിപൊളി ഫ്രെയിമാണ്. നമുക്ക് എന്താ പറയുക, ഈവനിങ് ടൈമാണ് നല്ല ഫ്രെയിം കിട്ടുന്നത്. ചില സമയങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. ഇന്നിവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ 2 പേര് എന്തിനോ വന്നിട്ടുണ്ട്. എനിക്ക് ഒന്ന് ബോട്ട് എടുത്തുകൊണ്ട് പോകാനോ എന്തെങ്കിലും ആയിരിക്കും. കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് റൂമിലേക്കുണ്ട്. ഇവിടെ ഫുഡാണ് ഈ കൊണ്ടിട്ടേക്കുന്നത്. പക്ഷികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. ഫുഡെല്ലാം വേസ്റ്റാക്കി ഇട്ടേക്കുക. ഓക്കെ, ഏതായാലും ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് റൂമിലേക്ക് പോകാം. ഈ വീഡിയോ ഏകദേശം 1 മണിക്കൂറോളം ആകാറായേ. ഞാൻ റൂമിൽ നിന്ന് 12:50 ഇറങ്ങിയത്. ഇപ്പോൾ ഏകദേശം 1:45. എന്തായാലും ആ ഒരു സമയമാകുന്ന നേരത്തെ എന്തായാലും റൂമിലെത്തും. റൂമിലെത്തിയാലും പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഈ വിയർപ്പൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. വീണ്ടും സിഗ്നലായിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാം. സിഗ്നലായതിന് ശേഷം പോവാം. വണ്ടിയെല്ലാം ചീറിപ്പാഞ്ഞ് പോവുക, സിഗ്നൽ ഓപ്പൺ ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പം വണ്ടിയൊന്നും കാണുന്നില്ല. പെട്ടെന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവാം. ഇവിടെയും വണ്ടിയില്ല. അല്ലെങ്കിൽ സിഗ്നൽ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സിഗ്നൽ ക്ലോസ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റാമിസ് ഹൈപ്പർ മാർക്കറ്റ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബഹ്റൈനിൽ എൻ്റെ റൂമിന് ചുറ്റുമുള്ള ഒരു കാഴ്ചകൾ. ഇതൊക്കെയാണ്. പിന്നെ ഇപ്പം ബഹ്റൈനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വിസിറ്റ് വിസയിലോ അല്ലെങ്കിൽ ജോബ് വിസയിലോ വരുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വിസിറ്റ് വിസ വരുന്നവർക്ക് എന്തെല്ലാം പ്രൊസീജിയേഴ്സാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ഡോക്യുമെൻ്റ് കയ്യിൽ കരുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നൊരു വീഡിയോ എന്തായാലും ചെയ്യാം. ബഹ്റൈനിൽ നിൽക്കുന്ന സമയത്തെ കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹ്റൈനിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമേ വീഡിയോകൾ സെർച്ച് ചെയ്യാനും സാധ്യതയുള്ളൂ. അങ്ങനെയുള്ളവരെ കാണാനും സാധ്യതയുള്ളൂ ഈ വീഡിയോ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ. അതുകൊണ്ട് അതല്ലാതെ ആരെങ്കിലും കാണുന്നവർ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ അപ്ഡേറ്റ്, പുതിയ വിസ അപ്ഡേറ്റോ അല്ലെങ്കിൽ ജോബുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ റൂം എത്താറായിട്ടുണ്ട്. റൂമിന് ഏറ്റവും അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു 50 മീറ്റർ മാത്രം അകലെയാണ്, റൂമിൻ്റെ അകലെയാണ് നിൽക്കുന്നത്. പല സൈഡിൽ ഗേൾസ് സ്കൂളാണ്, സെക്കൻഡറി സ്കൂളാണ്. അതിന് തൊട്ടപ്പുറത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു മുഹറക്കിലെ പെട്രോൾ പമ്പ് കാണാം. അതിന് തൊട്ടപ്പുറത്താണ് ബസ് സ്റ്റേഷൻ വരുന്നത് മുഹറക്കിലെ. 2 സൈഡിലും ഇട സൈഡിലാണ് പിന്നെ സ്കൂൾ വരുന്നത്. വലത് സൈഡിലാണ്ട് ഒരുപാട് ഷോപ്പുണ്ട്. ടയർ ഷോപ്പ്, വർക്ക്ഷോപ്പ്, സ്വീറ്റ് ഷോപ്പ്, ബാങ്ക്,
അതൊക്കെയാണ് വരുന്നത്. ടയർ ഷോപ്പുകളാണ് ഈ കൂടുതൽ ഈ ഏരിയയിൽ വരുന്നത്. ഒരുപാട് തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നമുക്ക് ഏത് പാതിരാത്രിയിലും നമുക്ക് നല്ലതുപോലെ ഇറങ്ങി നടക്കാം. ഒരു പേടിയും ഇല്ലാതെ ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ഇറങ്ങി നടക്കാം. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് ഇത് കണ്ടോ, തലയൊക്കെ ഫുള്ള് കുളിക്കുന്നതിനൊക്കെയായി നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം പനി വരുമോ ഇല്ലയെന്ന് അറിയില്ല. രാത്രിയിൽ തല കുളിച്ചിട്ട് കിടന്നു കഴിഞ്ഞാലും പനി വരുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ക്ലിയർ ആക്കി പറ്റത്തുള്ളൂ, ഒന്ന് ഫ്രഷായിട്ടേ കിടക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. റിസ്ക് എടുത്താണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അതിന് എല്ലാവരും മാക്സിമം ഒന്ന് കാണുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവർ വീണ്ടും ഞാൻ പറയുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും വീഡിയോ അതിൽ ഉണ്ടാവാതിരിക്കില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരികയായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, ഇൻഫർമേഷൻ കളക്ട് ചെയ്തല്ലെങ്കിലും പറയാൻ പറ്റുന്നത്. നല്ല ദാഹമുണ്ട്, എന്തായാലും വെള്ളം കുടിക്കുക. ഡ്രസ്സൊക്കെ കണ്ട് നാണഞ്ഞൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.